അതെ, കടയിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇത് വളരെ വില കൂടിയ സാരിയല്ലേ? അത്ര വലിയ വിലയൊന്നുമില്ല. മാന്യവും വൃത്തിയായിട്ടുള്ളൊരു സാരി ഉടുക്കുന്നതിൽ തെറ്റില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ വാങ്ങിക്കാം. മോളെ, ജഗനല്ലേ തരുന്നത്, വാങ്ങിച്ചോ. ഇനി ബാങ്കിൽ പോകാനുള്ളതല്ലേ? കേം പറഞ്ഞ് സാരിയായിട്ട് പോയാൽ ശരിയാവില്ല. സാരി മാറ്റി കൊടുക്കാൻ അകത്ത് കയറിയാൽ മതി. അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. വാങ്ങിച്ചോ. ചന്ദ്ര പിടിച്ചല്ലേ? നമ്മള് വാ. ജഗൻ നല്ല മനസ്സുള്ളവനാ. പാർട്ടി സെക്രട്ടറി ഓ ഓ അറ്റൻഡ് ചെയ്യട്ടെ. ആ ഹലോ. ആ ആ ശരി ശരി. കൊള്ളാം മോളെ, മോൾക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. ജഗന്റെ സെലക്ഷൻ സൂപ്പർ. അല്ലെങ്കിലും എൻ്റെ സെലക്ഷൻ ഒരിക്കലും മോശമാവില്ല, അല്ലേ തന്നെ? എന്നാ നമുക്ക് പോയാലോ? ആ ആ ഗുഡ് മോർണിംഗ് മാം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇതാരും ജഗനോ? ഇരിക്കെ. വേറെ ചെയർ എടുപ്പിക്കാം. ഏയ് വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ നിന്നോളാം. അല്ല മേഡം ഇരിക്കും. ഇത് ഹരിതയുടെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും. നമസ്കാരം. ജഗനെന്താ ഇങ്ങോട്ടൊക്കെ? ഇത് വന്ദന. വന്ദന പറഞ്ഞോളൂ. ഞങ്ങളൊരു പുതിയ വീട് വെക്കാൻ ആലോചിക്കായിരുന്നു മാഡം. അതിന് ഒരു ബാങ്ക് ലോൺ വേണമായിരുന്നു. എത്ര വേണ്ടി വരും? ഒരു 10 ലക്ഷം രൂപ വേണം. ജഗൻ എന്റെ സുഹൃത്തായതുകൊണ്ട് ചോദിക്കുക. ജഗന്റെ ബന്ധുക്കൾക്ക് വീട് വെക്കാൻ 10 ലക്ഷം രൂപ മതിയോ? അല്ല, ഇവർക്ക് കുറച്ച് പണം വേറെ കിട്ടാനുണ്ട്. അതെ. അത് കുറച്ച് കൂടുതൽ തുകയുണ്ട്, അല്ലേ അച്ഛാ? അതെ. ഈ ബാങ്കിൽ നിന്ന് എടുക്കുന്ന പണം വീട് പണിയുടെ പ്രാരംഭ ചെലവിന് വേണ്ടി. ഓ അങ്ങനെയാണോ? ആ. ബാങ്കിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ജഗൻ അറിയാലോ. 10 ലക്ഷം രൂപയ്ക്ക് തക്കതായ ഈട് വെക്കേണ്ടി വരും. എനിക്ക് മാസം 30,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയുണ്ട്. സാലറി സർട്ടിഫിക്കറ്റ് ഈടായിട്ട് നൽകാം മാഡം. സർക്കാർ ജോലിയാണോ? അല്ല, പ്രൈവറ്റാ. ജഗ, ബാങ്കിന് അതിൻ്റെതായ പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് ജോബിന്റെ സാലറി സർട്ടിഫിക്കറ്റ് ഈടായി നൽകിയാലും നിങ്ങൾ ആവശ്യപ്പെടുന്ന തുകയ്ക്ക്
അത് മതിയാവില്ല. ഈടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചെന്തെങ്കിലും പ്രോപ്പർട്ടി കൂടി ഈടായി വയ്ക്കുവാണെങ്കിൽ പണം തരായിരുന്നു. അതും ഒരു മാനേജറുടെ പ്രത്യേക താല്പര്യം വെച്ചോണ്ട്. എന്താ ജഗ? ലോണിന് ഞാൻ ജാമ്യം നിൽക്കാൻ വേണം. ഓക്കെ. കരുണാകരക്കുറുപ്പിന്റെ മകന്റെ ജാമ്യം ബാങ്കിന് വളരെ വിലപ്പെട്ടതാ. അപ്പൊ പിന്നെ ലോൺ അനുവദിച്ചേക്കാം. ആ. റേഷൻ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ് ഇതിന്റെയൊക്കെ കോപ്പി വേണം. വന്ദനയുടെ 3-4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ടിവരും. എല്ലാം എത്തിക്കാം മാഡം. ജഗന്റെയും ഈ റെക്കോർഡ്സ് ഒക്കെ വേണ്ടിവരും. എല്ലാം കൊണ്ടുവരാൻ മേഡം. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മാഡം. ശരി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം. ശരി. ശരി. ആ ഇപ്പൊ മൊത്തത്തിലൊരു സന്യാസി ലുക്ക് വന്നിട്ടുണ്ടളിയ. ലുക്ക് വന്നാൽ മാത്രം പോരാ. പെരുമാറ്റം, സംഭാഷണം, നോട്ടം, ഭാവങ്ങൾ എല്ലാം ഒരു സന്യാസിയുടേതായിരിക്കണം. പിന്നെ നിന്റെ കൂതറ സ്വഭാവം ഒന്നും കാണിച്ചേക്കരുത് കേട്ടല്ലോ. നോക്കട്ടെ. ഇത് പക്കയല്ലേ? ചേഷ്ടങ്ങളൊക്കെ ഇത് മതി, ഓവറായി പോകരുത്. ഏയ് സന്യാസിയാണെന്നും പറഞ്ഞ് ഇടയ്ക്ക് നിന്റെ തനി സ്വഭാവം ഒന്നും കാണിച്ചേക്കരുത്. ആൾക്കാർ കയറി നിന്നെ അങ്ങ് മേയും. ചെറിയൊരു ടെൻഷൻ ഉണ്ട്. എടാ പേടിക്കാതടാ. എന്റെ വന്ദനയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അളിയ, ഈ സന്യാസി ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില സംസ്കൃത വാക്കുകളൊക്കെ പറയണ്ടേ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. നിന്റെ മലയാളം വാക്ക് നിന്റെ ബോറാ. അതിന്റെ കൂടി ഇനി സംസ്കൃതം കൂടി വേണ്ട. മലയാളം തന്നെ സന്യാസിയുടെ ടോണിലും സ്റ്റൈലിലും ഒക്കെ പറഞ്ഞാൽ മതി കേട്ടല്ലോ. ആ അവര് വരുന്നുണ്ട്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. സന്യാസി വേഷം ശരിക്കും തകർക്കണം. ഓക്കെ. ചെരുപ്പ് വേണ്ട, നീ വാ. തിരുമേനി, താലി പൂജയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. താലി കൊണ്ടുവന്നിട്ടുണ്ട്. പയ്യന്റെ പേരും നാളും? ഗൗതം, തൃക്കേട്ട നക്ഷത്രം. വന്ദന, ചതയ നക്ഷത്രം. ആയിക്കോട്ടെ. ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് താലി തന്നേക്കൂ. ആദ്യം മനസ്സിൽ ദേവീ മന്ത്രം ഉരുവിടണം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അതിനുശേഷം താലി തട്ട് കൈമാറുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.
താലി നിലത്ത് വീണുപോയല്ലോ. എന്ത് പറ്റി സുഭദ്രാമേ? അറിയില്ല തിരുമേനി. അശുഭലക്ഷണം. ദേവസന്നിധിയിൽ വെച്ച് വിധിപ്രകാരം പൂജിക്കപ്പെടേണ്ട താലിക്ക് ശ്രീകോവിലിനകത്ത് ചെല്ലാൻ യോഗമുണ്ടായില്ല. തികഞ്ഞ അശുഭ ലക്ഷണം. ഈ താലി ധരിക്കാൻ പോകുന്നവൾ അശുഭ ജന്മമാണ്. ജാതകദോഷകാരിയ. മരണം ഒരു നിഴൽ പോലെ അവൾക്ക് പിറകെ നടക്കുകയാണ്. അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നവന് ദുർമരണമാണ് ബലം. അനാവശ്യം പറയരുത്. മോനെ വേണ്ട. ഈ സമയത്ത് എവിടെന്നോ പൊട്ടിമുളച്ച് വന്നതുപോലെ ഒരു സന്യാസി. അബദ്ധത്തിൽ താലിമാല നിലത്ത് വീഴുന്നതൊക്കെ സ്വാഭാവികമല്ലേ? അതിന് അശുഭ ലക്ഷണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണോ വേണ്ടത്? എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. സന്യാസിയുടെ മഹത്വങ്ങൾ അറിയാതെ അബദ്ധങ്ങൾ വിളിച്ചു പറയരുത്. ആപത്താണ്. അവിവേകം പൊറുക്കണം സ്വാമി. മംഗളം ഭവിക്കട്ടെ മകളെ. പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ താലി കെട്ടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയത് അബദ്ധമായി പോയി. പെണ്ണിന്റെ ജാതകവിധി പ്രകാരം അവൾ അമ്മായിയമ്മയും കൊല്ലുന്നവളാണ്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ദുർമരണം സംഭവിച്ചതായി നാം കാണുന്നുണ്ട്. മുൻപ് പെൺകുട്ടിയെ കിട്ടാനിരുന്ന രാജീവും അയാളുടെ അമ്മയും കൊല്ലപ്പെട്ട ചരിത്രം അവര് നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അപ്പോ സ്വാമി പറയുന്നത് സത്യമല്ലേ? ദേവി, മഹാമായി, അമ്മേ, അമ്മേ. സുഭദ്രാമ കാലു വഴുതി വീഴാൻ പോയതും അശുഭ ലക്ഷണം തന്നെയാണ്. അമ്മേ, ഇതൊക്കെ വെറും തട്ടിപ്പാ, അന്ധവിശ്വാസങ്ങളാ. മനുഷ്യരെ വിഡ്ഢികളാക്കാൻ ചിലർ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക. അമ്മ ഇതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. വിധി പോലെ വരട്ടെ. എല്ലാം അനുഭവിച്ചു. സ്വാമിജി പോകരുത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കാര്യ. അവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാനും എന്റെ മോനും വളരെ ആഗ്രഹിച്ചു പോയി. ദേവി നാവിൻ തുമ്പിൽ വന്ന് പറഞ്ഞത് അച്ചട്ട. നടത്തും, നടന്നിരിക്കും. മരണം ഒന്നല്ല, രണ്ട. അമ്മയും മകനും. അയ്യോ മോനെ, താലി വെച്ച തട്ടം നിലത്ത് വീണ് തന്നെ ഏറ്റവും വലിയ ദുർലക്ഷണം. എല്ലാം അറിയുന്ന അതിദിവ്യനായ സ്വാമിജി പറഞ്ഞതും കേട്ടില്ലേ? ദേ, നമുക്ക് ഈ താലി പൂജയും വേണ്ട,
വന്ദനായിട്ടുള്ളൊരു ബന്ധവും വേണ്ട. അമ്മയുടെ തീരുമാനം പുരോഗമന ചിന്താഗതിക്കാരനും പത്രപ്രവർത്തകനുമായി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുറെ ദുഷിച്ച അന്ധവിശ്വാസങ്ങൾ ഇവിടെ കണ്ടത്. ഒരു പെൺകുട്ടിയുടെ ഭാവി തകർക്കാനല്ലാതെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗം ആ സന്യാസി പറഞ്ഞോ? എന്നാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. ഈ ജന്മം ഞാനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വന്ദനയെ മാത്രമായിരിക്കും. നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പായി ഇതുപോലെ ദുർലക്ഷണമാണെന്ന് പറയാവുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായ അമ്മയുടെ വാക്ക് ഞാൻ അനുസരിക്കാം. ഈ ബന്ധത്തിൽ ഞാൻ പിന്മാറാം. അതുപോലെ അമ്മ വന്നേ. അവൻ്റെ മനസ്സിപ്പോഴും എൻ്റെ വന്ദനയല്ല. വിവാഹം മുടക്കാമെന്ന് വന്ദനയ്ക്ക് കൊടുത്ത വാക്കെനിക്ക് പാലിക്കണം. പാലിച്ചേ പറ്റൂ. ഭഗവതി, അവിടുത്തെ ദാസനായി ഈ ജഗനെ കനിഞ്ഞനുഗ്രഹിക്കണ ദേവി. അളിയ, സന്യാസി വേഷം ഞാൻ വളരെ ഭംഗിയായിട്ട് ആടിയിട്ടുണ്ട്. ആർക്കൊരു സംശയം തോന്നിയിട്ടില്ല. പക്ഷെ അന്ധവിശ്വാസം ഒട്ടുമില്ലാത്ത ഗൗതത്തിന് മുന്നിൽ അതേറ്റ ലക്ഷണം കാണുന്നില്ല. എടാ, ഗൗതം അമ്മയും വീട്ടിലേക്ക് പോവുക. അവര് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വന്ദനയുടെ കല്യാണം മുടക്കാനുള്ള അവസരം കിട്ടൂല. ഒരു വഴിയുണ്ട്. എന്ത് വഴി? നീ കണ്ടോ? അയ്യോ മോനെ, എന്താ പറ്റിയേ? അയ്യോ, ചോര വന്നിട്ടുണ്ടല്ലോ. അമ്മ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കോട്ടൺ തുണിയൊക്കെ ഉണ്ട്. അതൊന്നെടുത്തേ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ടമ്മേ, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു തട്ട്. പെൺകുട്ടിയുടെ ജാതകദോഷം ജന്മനേ ഉള്ളതാണ്. അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഈ വിവാഹബന്ധം ഉപേക്ഷിക്കുക. ഇപ്പൊ മനസ്സിലായില്ലേ മോനെ, ആ സന്യാസി പറഞ്ഞത് എത്ര ശരിയെന്ന്? വന്ദനയുടെ ജാതകദോഷം നമ്മൾ കരുതുന്നതിനേക്കാളും വലുതാ. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഉണ്ടായ അനുഭവം കണ്ടില്ലേ? ദേവിയുടെ തിരുമുമ്പിൽ വെച്ചായതുകൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. അല്ലെങ്കിൽ നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. ഒരു പ്രായം ചെന്നയാൾ കുറുകെ എടുത്ത് ചാടി. പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മുറിവ് പറ്റി. അത്രയേ ഉള്ളൂ. ഈ സംഭവം ആ സന്യാസിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നീ ഇപ്പോഴും പുരോഗമനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഹലോ സുഭദ്രാമേ, മാധവനാണ്. മാധവൻ നായരെ, നിങ്ങൾ എൻ്റെ വീട് വരെ ഒന്ന് വരണം. ഒരത്യാവശ്യ കാര്യം പറയാനാ.
എന്താ സുധരാമേ? വരുമ്പോ എല്ലാം നേരിട്ട് പറയാം. ആ ശരി, വരാം. ആ വന്ദന ഗൗതമിന് വിധിച്ച പെണ്ണല്ല. അവള് മറ്റാർക്കോ ഭാര്യയാവേണ്ടവളാ. വിധിയെ തോൽപ്പിക്കാൻ നമുക്കാവില്ല. ഹലോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഫോണിലൂടെ കേട്ട സുഭദ്രാമയുടെ സ്വരം അല്പം കടുത്തതായിരുന്നു. വീട്ടിലേക്ക് വിളിപ്പിച്ച് കാണണമെന്ന് പറഞ്ഞത് എന്തിനായിരിക്കും? ഒരു പിടിയും കിട്ടുന്നില്ല ചന്ദ്രു. ക്ഷേത്രത്തിൽ നടന്ന പൂജാതി കർമ്മങ്ങളിലെല്ലാം അവരെ ആത്മാർത്ഥമായി സഹകരിച്ചതാ. അശോകേട്ടൻ വിളിച്ചു പറഞ്ഞ അപവാദങ്ങളൊന്നും അവർ വിശ്വസിച്ചിട്ടുമില്ല. അതിലൊന്നും യാതൊരു അനിഷ്ടവും കാണിച്ചിട്ടില്ല. അത് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. വാ, പോയി നോക്കാം. ആ